ഹലോ വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ? ഞാനിതാ സുഖമായിരിക്കുന്നു. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചെമ്മീൻ ബിരിയാണിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് രാത്രി ടൈമിലാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഫ്രിഡ്ജിൽ കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഐസ് ഇടാനായിട്ട് വെച്ചതാണ്. അപ്പോൾ അതിനിടയിൽ ചെറിയ ചെമ്മീനാണ്. അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ വല്ല റോസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചായിരുന്നു. പക്ഷേ മോന് ഇത് അന്ന് മോള് വിടല്ലേ, അപ്പോൾ മോനാണെങ്കിൽ ഇത് വെച്ച് ചെമ്മീൻ ബിരിയാണി വേണമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ തയ്യാറാക്കുകയാണ് സംഭവം. അങ്ങനെതാ ചെമ്മീനൊക്കെ ക്ലിയറാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് കുറച്ച് നേരം വെള്ളത്തിലങ്ങനെ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ചെമ്മീനിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ചേർന്ന് നല്ല രീതിക്ക് ഒന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് തയ്യാറാക്കി എടുക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ കുക്കറിലോട്ട് ഇപ്പോൾ ചേർത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള നെയ്യാണ്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ സ്പൈസസ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള സവാള ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 2 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. നല്ല രീതിയിൽ കട്ടാക്കിയിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. പിന്നെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് കുക്കാക്കി എടുക്കുന്നതിൻ്റെ ഇടയിൽ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അപ്പോൾ ഇരുട്ട് വരുമ്പോൾ എന്താണെന്നുള്ളത് വിചാരിക്കേണ്ട. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ അങ്ങോട്ട് വീഡിയോ എടുക്കുകയാണ് ചെയ്തത്. കാരണം നമുക്ക് ഈ റെസിപ്പി നമ്മളിപ്പോൾ എന്തധികം ഈ യൂട്യൂബേഴ്സൊക്കെ ഇങ്ങനെ തന്നെ ആവും വീട്ടിൽ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ യൂട്യൂബിൽ ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ച് നല്ല രീതിക്ക് റെസിപ്പി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായാലും എന്താ ചെയ്യുക. അപ്പോൾ ആ ഒരു വീഡിയോ എത്രയും എടുത്തത് വേസ്റ്റ് ആയി പോകില്ലേ. അപ്പോൾ അത് കാരണം ഇതിൽ കാണിക്കുന്നുണ്ട്, മുഴുവനായിട്ട് തന്നെ വീഡിയോ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മുടെ സവാള ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ചെമ്മീൻ്റെ മിക്സ് ആഡ് ചെയ്യുക. പിന്നെ ഒരു വലിയ തക്കാളി, 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറണ്ട് പോയി. ഇതാണ് സംഭവം. ഇനി ഞാനിതാ മൊബൈലിൻ്റെ വെളിച്ചത്തിലാണ് ബാക്കി കുക്കിങ്ങൊക്കെ ചെയ്യണത്. സങ്കടമാവില്ല ഇതിപ്പോൾ കണ്ടിന്യൂ ചെയ്യണമല്ലോ എന്തായാലും. പിന്നെ എല്ലാ യൂട്യൂബേഴ്സിനും ഉള്ളതാണ്, വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ടെൻഷൻ കാണും. നമ്മൾ നല്ല രീതിക്ക് തയ്യാറാക്കും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ അത്രയും നാളേക്കൊരു വീഡിയോ വേണമല്ലോ. നമ്മളിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇട്ടാലേ യൂട്യൂബിൽ നിന്നും പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ബിരിയാണി മസാലയും പിന്നെ അതേപോലെ തന്നെ കുരുമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ആവശ്യത്തിന് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കുരുമുളക് പൊടിയും ബിരിയാണി മസാലയും മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ടിപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഡയറക്റ്റ് വെള്ളം ചേർത്തതിനോട്ട് നമ്മൾ എന്ത് ചെയ്യണേ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചുള്ള ആ റൈസ് ഉണ്ടല്ലോ അത് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കണം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല, അടിപൊളി റെസിപ്പിയാണ്. പക്ഷേ കറണ്ട് പോയപ്പോൾ എൻ്റെ എല്ലാവരും പ്രതീക്ഷയും പോയി കിട്ടി. കാരണം നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ നല്ല കാറ്റും ഇടി മഴയൊക്കെ ആയ കാരണം അന്ന് 12:30-1 മണി കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, കറണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇട്ടത്താണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇത് ഞാൻ ബാക്കിയുള്ള ബിരിയാണി എന്നിട്ട് എന്ത് ചെയ്തു, ഒരു ബൗളിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിറ്റേ ദിവസം എൻ്റെ മോള് വന്ന സന്തോഷത്തിൽ നമ്മൾ ഷവർമ്മ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചെമ്മീൻ ബിരിയാണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്ത് ആ ഷവർമ്മയുടെ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ചേരുവകൾ വെച്ചിട്ട് നല്ല അടിപൊളി സിമ്പിളായിട്ടുള്ള ചെമ്മീൻ ബിരിയാണി നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും. കുറച്ച് റിസ്ക് ആയിട്ട് എടുത്തത് കൊണ്ട് തന്നെ സങ്കടത്തോടു കൂടി പറയുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് കൂടി അറിയിക്കുക. പുതിയ കൂട്ടുകാരെ പ്രത്യേകിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.